എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നവര്? അത് ഒരേ ഒരു വാക്കിന് മാത്രം മറുപടി പറഞ്ഞേക്ക്. അവരുടെ വാശിയൊന്നും ഉണ്ടാവുന്നതാണ്. അവരുടെ എന്ത് വാശിയാണ്? നിങ്ങളുടെ അടുത്തൊന്ന് കിടന്നു. എനിക്ക് ഈ കുടുംബമായിട്ട് അത്ര പരിചയമില്ല. 2-3 മാസം പരിചയമുള്ളൂ. അവരാരെയും കാണാൻ ഞാൻ പോകാറില്ല, അത് എന്നെ കാണാൻ ശ്രമിക്കാറില്ല, ഞാൻ അങ്ങോട്ട് പോകാറില്ല, ഒന്നും ചെയ്യാറില്ല. ജിഗുനുവിന് എന്താ ഫാൾട്ട് അത് കറക്ഷൻ ചെയ്യാൻ ജിഗുന് തയ്യാറാണ്. അതന്നെ അവരൊന്നും എന്താണെന്ന് കറക്ഷൻ ചെയ്യണമെങ്കിൽ പറയണ്ടേ? സ്വയം മനസ്സിലാക്കണം. അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയത്തില്ല. അല്ല, ഇങ്ങനെ മടിയനായ ഭാര്യ ഭർത്താവ് ഇങ്ങനെ വീട്ടിലിരുന്ന് അവരെങ്ങനെ ആക്കുന്നതാണ്, അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ഞാൻ പ്രശ്നക്കാരിയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന എല്ലാ ആഹാരവും നന്നായി കഴിക്കുവാൻ അങ്ങനെ കഴിക്കേണ്ട കാര്യമുണ്ടോ? നന്നായി പോയി അധ്വാനിക്കും, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാം എന്ന് പറഞ്ഞ് തൻ്റെ അടുത്തൂടെ നിൽക്കും. ഞാൻ വീട്ടിലിരിക്കും. ഞാൻ ഒരു ദിവസം ഭാര്യ വന്ന് എല്ലാ കാര്യം ഷർട്ട് മുതൽ മുടി വെട്ടിക്കാനുള്ള കാശ് വരയ്ക്കും കൊടുത്ത് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്? ഈ ബേബിയെ നിങ്ങൾ സ്വീകരിക്കാൻ ഇതുപോലെ ഇനി മാറാനൊന്നും പോകുന്നില്ല. ഇതുപോലെ ഈ പ്രായത്തിന് ശേഷം ഇതുപോലെ എനിക്ക് വേണ്ട. ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ ഷർട്ടിന്റെ ആവശ്യമുണ്ടോ? ഈ ഷർട്ടിടേണ്ട ആവശ്യമുണ്ടോ? ഷർട്ടിട്ട് വീട്ടിനകത്തേ ഉള്ളൂ, ഷർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അല്ല, അന്തസ്സുള്ള ഒരു പുരുഷൻ ഇതുപോലെ സംസാരിക്കുകയോ? അഭിമാനമുള്ള ഒരു പുരുഷൻ സംസാരിക്കും. ബോഡി ഫുള്ളായിട്ട് അങ്ങ് ഷേവ് ചെയ്യും. ബോഡി ഇങ്ങനെ കൈ കാലെല്ലാം ഷേവ് ചെയ്യും. ഇങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. വിവാഹം കഴിഞ്ഞിട്ട് 17 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം പോലും ഭാര്യയെ സ്നേഹിക്കാനോ സംരക്ഷിക്കാനോ അവർക്ക് ആഹാരമോ വസ്ത്രമോ കൊടുത്ത് അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനോ നിങ്ങൾ ഒരു ദിവസം പോലും മുതിർന്നിട്ടില്ല. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. സാധാരണ ഒരു ഭർത്താവ് ഭാര്യയെയും മക്കളെയും വേല ചെയ്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ഒരു ദിവസമെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭാര്യയെ ഉപദ്രവിച്ചു, ക്രിമിനൽ കുറ്റമാണ്. അവരുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് വരെ അവരെ മർദ്ദിച്ച് ദേഹം മുഴുവൻ അടികൊണ്ട പാടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. നിങ്ങളെ 5 കൊല്ലം അല്ലെ 7 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരുടെ റെക്കോർഡുകൾ, ലൈസൻസ്, പാസ്പോർട്ട്, മറ്റ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാരി നശിപ്പിച്ച് ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭാര്യ അന്വേഷിച്ച് കൊണ്ടുവന്ന് വേല ചെയ്ത് കൊണ്ടുവന്ന് തരുന്നതിൽ നിന്ന് ആഹാരം കഴിക്കുകയും നിങ്ങൾ സ്വയം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വസ്ത്രം വരെ വാങ്ങിച്ച് തരേണ്ട ചുമതല ഈ ഭാര്യയ്ക്കാണ്. നിങ്ങൾ ആരോഗ്യമുള്ളൊരു പുരുഷനാണ്, എന്തുകൊണ്ട് വേല ചെയ്യുന്നില്ല? നിങ്ങൾ വേല ചെയ്ത് സമ്പാദിച്ച കാലത്ത് പോലും നിങ്ങൾ ഈ ഭാര്യയെയോ മക്കളെയോ സംരക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ പണം അയച്ചു കൊടുത്തെന്ന് പറയുന്നു ഗൾഫിൽ നിന്ന്. ഈ ഭാര്യയ്ക്കോ മക്കൾക്കോ 1 പൈസ നിങ്ങൾ കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ടോ? അവരുടെ പണം കൊണ്ടല്ലേ നിങ്ങൾ ഗൾഫിൽ പോയത്? അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഉള്ള നല്ല ഗുണങ്ങൾ മാത്രം അവരുടെ നന്മയിൽ കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. അവർക്ക് വേണ്ടുന്ന സ്നേഹമോ സംരക്ഷണമോ നിങ്ങൾ ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ആ കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അവരുടെ കുറ്റം കൊണ്ടാണ്. എന്ത് കുറ്റമെന്ന് നിങ്ങൾ ഒരു വാക്കെങ്കിലും പറഞ്ഞോ? അവരുടെ ഭാഗത്ത് എന്താ കുറ്റമുണ്ടായതെന്ന്, എന്ത് കുറ്റം ആ ഭാര്യയിൽ നിങ്ങൾ കാണുന്നത്? ആദ്യം മുതലേ നിങ്ങൾക്ക് മാനസിക രോഗമാണെന്നൊന്നും സംശയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കുണ്ടായേക്കാം മാനസിക രോഗം. പക്ഷേ ആദ്യ നാളെ തൊട്ട് തന്നെ ഈ ഭാര്യയെ നിങ്ങൾ ഒരു ഡെസേർട്ട് ചെയ്ത രീതിയിലാണ് നിങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടുന്ന സ്നേഹമോ സംരക്ഷണമോ നിങ്ങൾ ഒരിക്കൽ പോലും കൊടുത്തിട്ടില്ല. ഈ പെൺകുട്ടി ആയതുകൊണ്ട് ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങളുടെ കൂടെ ഒരു സ്നേഹമുള്ള ഒരു ധർമ്മിഷ്ഠയായ ഭാര്യയെ പോലെ ഭാര്യയായിട്ട് ജീവിച്ചു. മറ്റ് സാധാരണ സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവം ഞാൻ അവർ കാണുന്നുണ്ട്. സാധാരണ പെണ്ണുങ്ങളൊന്നും ഇത്രയൊന്നും സഹിക്കത്തില്ല. അടികൊള്ളുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, സംരക്ഷിക്കുന്നു. എന്നിട്ട് പോലും ഇത്രയെല്ലാം ചെയ്തിട്ടും ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ സംരക്ഷണമോ ഒന്നും ആ കുട്ടിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല, അവരുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല. അവരതിനെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിലോ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലോ നിങ്ങൾ എത്ര വർഷം ജയിലിൽ കിടക്കുമായിരുന്നു? രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണം. ആ കുട്ടി നിങ്ങളെ ചികിത്സിക്കാൻ കൊണ്ടുപോയി, നിങ്ങൾ അതിന് സഹകരിച്ചില്ല. ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ചികിത്സിച്ച് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ചികിത്സിച്ച് നിങ്ങൾക്ക് ഭേദപ്പെടുത്തി ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് മാത്രം അത് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, സ്വഭാവങ്ങളൊന്നും മാറ്റം ഉണ്ടായാൽ അതിനൊരു പ്രതികരണം ഉണ്ടാവില്ല. ഏത് സ്വഭാവത്തിൽ എവിടെ മാറ്റം വരുത്തണം അത് സ്വയം ചിന്തിക്കട്ടെ. അല്ലാന്നില്ല, പറയത്തില്ല. ഇനി എടുക്കേണ്ട തീരുമാനം നിങ്ങൾ എടുക്കണ്ടേ? ഇങ്ങനെ ഒരാളിനെ ഇനിയും ഭർത്താവായിട്ട് കൊണ്ടുവന്ന് പോകണോ മുമ്പോട്ട് പോകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണ്ടേ? ചികിത്സ വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, കുറച്ച് നാൾ ഞാൻ സംരക്ഷിക്കുന്നില്ല, പോയി പഠിച്ചിട്ട് വരട്ടെ.
സ്വയം ആഹാരത്തിനും വസ്ത്രത്തിനും ആവശ്യമായത് കണ്ടെത്തി തനിയെ ചെയ്തു വരുമ്പോൾ ഒരു ഭാര്യ മക്കളും വേണമെന്ന് വേണമെങ്കിൽ ചിന്തിച്ചു വരട്ടെ. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് പറയട്ടെ, അത് പറയട്ടെ, മതി. പറയട്ടെ. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഇനി അവരെ വീട്ടോട്ട് ചെല്ലണ്ട. അവരെ വീട്ടോട്ട് ചെല്ലണ്ട. നിങ്ങൾ സ്വയം അതെന്റെ കുടുംബ വസ്തു അല്ല. എവിടെ ഞാൻ തീരുമാനിക്കും. ആ പോകട്ടെ. കുടുംബമാണോ? കുടുംബ വീടാണ്. അച്ഛൻ്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത് 3.5 സെന്റ് സ്ഥലം. 3.5 സെന്റ്. അതിലാണ് ഞാൻ വീട് വെച്ചേക്കുന്നത്. ഞാനാ വീട് വെച്ചത്. വീട് വെച്ച നിങ്ങളാണ്. വസ്തു അദ്ദേഹത്തിന് വകയാണ്. ഓക്കെ. ഗാർഹിക പീഡന നിയമം അനുസരിച്ച് അതിന് മാർഗമുണ്ട് വരെ. അതെ, ആ വഴിക്ക് ആലോചിച്ചിട്ട് ചെയ്യണം. അത് വേണമെങ്കിൽ അതേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്കും പോയി ജോലിക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും പോയി ജോലിക്ക് പോകണം, വെറുതെ രാവിലെ ഞാൻ പോകുന്നതിൻ്റെ പുറകെ പോയി എവിടെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കും. ആൾക്കാർ എന്നോട് പറയും രാവിലെ നിൽക്കുന്ന ചെറുക്കനാ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ടെന്ന് പറയും. ഇതെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് ആ ഒരു പ്രശ്നമല്ല എന്നല്ല. അതുമാതിരി ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയിട്ട് കുഞ്ഞ് ഏജറ്റൻ്റെ, അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇനി തിരക്കി പോകരുത്, കുഞ്ഞ് ഏജറ്റൻ്റെ വീട് കെട്ടുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ഹട്ട് മാതിരി ഉണ്ടാക്കി അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന മോള് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആൽബിനെ നോക്കി ഇറങ്ങി രാത്രി ആൽബിനെ നോക്കൂ കൊച്ചിനെ നോക്കൂ, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഏതൊരു ടെമ്പിളിൻ്റെ പോയി. അല്ല, നല്ല ബുദ്ധിയുണ്ട് മാം. ഞാൻ വീട് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഷെഡ് അടിച്ചാൽ കിടന്നത്, ഇവിടെ കെട്ടുന്ന. അപ്പോൾ ഈ ഷെഡിൻ്റെ അടുത്ത് വർക്ക് ഏരിയ വരണം. അപ്പോൾ ഷെഡിൻ്റെ ഒരു ഭാഗം പൊളിച്ചു. അപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞ പുള്ളിയെടുത്ത് ബേബി കുട്ടികളും കുഞ്ഞുങ്ങളും വൈഫ് ഒറ്റയ്ക്കാണ്, ഇവിടെ വിട്ട് പോകരുത്, നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണം. അന്ന് രാത്രി അവിടെ ഇല്ല. അതിന് തലേ ദിവസം എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്താവശ്യമൊന്നും ആ സമയത്ത് മുങ്ങി. അല്ലല്ല, ബുദ്ധി ഇല്ലാന്ന് പറയണ്ട. കാരണം ഇങ്ങനെ എന്താ പറഞ്ഞത്, ഈ വസ്തു നിലം എന്റേതാണ്, വീട് മാത്രം അവരുടേതെന്ന് പറയുമ്പോ ഇങ്ങേർക്കാണ് ബുദ്ധി ഇല്ലാത്തത്. അപ്പൊ എത്രത്തോളം ബുദ്ധിയുള്ള, ഇത് ഭയങ്കര ക്രിമിനലായ ഒരു ബുദ്ധിയാണ് കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കേസ് കൊടുത്താൽ അവിടെ കയറരുതെന്ന് സമയമുണ്ടോ? ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ കാര്യമൊന്നുമില്ല. അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യും. അവര് താമസിക്കുന്ന വസ്തു ഇയാടെ ആണെങ്കിൽ തന്നെ ഭാര്യയും കുട്ടികളും താമസിക്കുന്നത്, ഇറക്കി വിടാൻ അവകാശമില്ല. അവർക്ക് ശല്യം ഉണ്ടാക്കിയാൽ അവിടെ കയറരുതെന്ന് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിക്കാം. അത് മേടിക്കാലോ. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ? എവിടെ അത് ആലോചിക്കാം. ഇങ്ങനെയാണോ ഇങ്ങനെ ഒരു സഹിച്ച് ജീവിക്കേണ്ട പറയണ്ട. ഈ വിഷയത്തിലേ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലും മാന്യ വ്യക്തികളോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അവരെ ബന്ധപ്പെടുത്തി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയൂ? പഞ്ചായത്ത് മെമ്പറൊക്കെ വന്ന് അന്വേഷിച്ചായിരുന്നു. അല്ല, അത് ബാക്കി എല്ലാവരും പറഞ്ഞിട്ട് ജസ്റ്റ് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ 6 മാസം കിടത്ത് എന്നാ ശരിയാവും. അപ്പോൾ അവരെയും കൂടെ സഹായത്തോടെ ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ, കാരണം നമ്മൾ ഈ ജസ്റ്റ് ഈ കുഴപ്പമെന്ന് പറയുന്നത് ഇത്ര അസുഖമുള്ള ആൾക്കാർ അസുഖം ഉണ്ടെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ അദ്ദേഹം അംഗീകരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഒക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടിലെ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെങ്കിൽ ബാക്കി അതുപോലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരോ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് സ്വഭാവം മാറും. അല്ല, റെയിൽവേ സ്റ്റേഷൻ രാവിലെ മുതൽ രാത്രി ഒരിക്കലും ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വർഷക്കണക്കിനാ മാം. അയ്യോ, 1-2 ദിവസമല്ല, വർഷക്കണക്കിനാ. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പോകുന്നത് എവിടെയാ? അങ്ങനെ വെറുതെ പറഞ്ഞവര് അത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞാലേ വരാറുള്ളൂ. ഞാൻ പോയി പിറ്റേ ദിവസം എത്താറുണ്ട്. പിറ്റേ ദിവസം വൈകിട്ട് വന്നു. ഒരൊറ്റ ദിവസം ടൈമിലെ പോയിട്ട് രാവിലെ കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ 6 മണിയാകും. ഞാൻ വരുമ്പോൾ 5:30 ഈ 5:30-ക്കുള്ളിൽ വീടെത്തിയിരിക്കും. അല്ലെങ്കിൽ പുറത്തു പോയെന്ന് രാവിലെ ഉച്ചയ്ക്ക് എന്തിനാ പോയത്? അല്ലെങ്കിൽ പിറ്റേ ദിവസം എത്തും. അതിൽ കൂടുതൽ അപ്പുറത്ത് പോകില്ല.